രജനീകാന്തിന്റെ വേട്ടയൻ എന്ന സിനിമയിലെ മനസ്സിലായോ എന്ന ഗാനത്തിന് കുച്ചിപ്പുടി വേഷത്തിൽ ചൂടുവെക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണും. ആ വൈറലായ പെൺകുട്ടി ആരാണെന്ന് പലരും ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരം കോട്ടയം തലയോലപ്പറമ്പിലെ AJ ജോൺ സ്കൂളിൽ നിന്ന് വരുന്നു. AJ ജോൺ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രാർത്ഥന പ്രകാശാണ് ആ വൈറൽ ഡാൻസർ. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ K പ്രകാശിന്റെ മകൾ കൂടിയാണ് പ്രാർത്ഥന. ഇതിനോടകം സ്കൂളിലെയും നാട്ടിലെയും താരമായി മാറിയ പ്രാർത്ഥനയുടെ വിശേഷങ്ങളാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടർ. കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ തപ്പിയാണ് നമ്മൾ ഇന്ന് വന്നത്. വേട്ടയൻ എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ ഇറങ്ങാനിരിക്കുന്ന സിനിമയിലെ ഗാനത്തിനൊപ്പം ചുവട് വെച്ച കുച്ചിപ്പുടിക്കാരി ആര് എന്നുള്ള ചോദ്യം സജീവ ചർച്ചയായിരുന്നു. അതിനുള്ള ഉത്തരം കോട്ടയം തലയോലപ്പറമ്പിലെ AJ ജോൺ സ്കൂളിലെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പ്രാർത്ഥന പ്രകാശ്. ആ കുച്ചിപ്പുടിക്കാരി, വൈറൽ കുച്ചിപ്പുടിക്കാരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇങ്ങനെ വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഇത് ലക്കാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് അന്ന് ഡാൻസ് കളിച്ചത്? അന്ന് കുച്ചിപ്പുടി കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴായിരുന്നു ഇത്? ഞാൻ കുച്ചിപ്പുടി മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഫസ്റ്റാന്ന് അറിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ അവസാനത്തെ മത്സരമായിരുന്നു കുച്ചിപ്പുടി. അപ്പോഴത്തേക്ക് ഇങ്ങനെ തുള്ളാൻ പാട്ടിട്ട് വരും. അപ്പോഴത്തേക്ക് ഇങ്ങനെ ടീച്ചർമാർ പാട്ടിട്ടു. അപ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സൊക്കെ ഊരണമല്ലോ. അപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആവണം. അപ്പോൾ ഇവരൊക്കെ പോകും. അപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ എൻജോയ്മെൻറ്റും കിട്ടും. കൂട്ടുകാരുടെ കൂടെ കൂട്ടുകാർ പോകുന്നതുകൊണ്ട് വിഷമമായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്നാൽ കോസ്റ്റ്യൂം ഊരണ്ടമ്മ, ഞാൻ ഒന്ന് പോയി കളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പോയി കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കളിച്ച് എടുത്ത വീഡിയോ. ക്യാമറയ്ക്ക് പിന്നെ അമ്മയായിരുന്നോ? അമ്മ തന്നെയായിരുന്നു. ഷൂട്ട് ചെയ്ത് വൈറലാക്കിയത് അമ്മ തന്നെ? ഞാൻ സത്യം പറഞ്ഞ ഇത് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് വിചാരിച്ച വീഡിയോ ആയിരുന്നു. അപ്പോഴത്തേക്ക് അമ്മയും ചേച്ചിയും വന്നിട്ട് പറഞ്ഞു അത് റീൽ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ റീൽ ഇടാനോ അങ്ങനെ ഓർത്ത് എനിക്ക് ഡൗട്ടായിരുന്നു. പിന്നെ ഇടുവായിരുന്നു റീല്. കൂട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? അവരും ഇതൊക്കെ നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, പഠിച്ചിരുന്നത്? ഇല്ല, ഞങ്ങൾ ഈ ഡാൻസ് പഠിച്ചിട്ടില്ല. ഇല്ല കണ്ടുപഠിച്ചതാ. സന്തോഷമാണ്. സൈന, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഇങ്ങനെ ഒന്നും ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറേ മില്യൺ വ്യൂസാണ് കിട്ടിയത്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ ഈ പാട്ട് സംവിധാനം ചെയ്ത അനിരുദ്ധും ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. സന്തോഷത്തോടെ. എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് അനിരുദ്ധ സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പാട്ടൊക്കെ എപ്പോഴും കേൾക്കണമായിരുന്നു. നിങ്ങൾ 4 പേരല്ലേ ഉണ്ടായിരുന്നു? ഞങ്ങൾ 4 പേരുണ്ട്. ഒരാൾക്ക് വരാൻ പറ്റിയില്ല, ഹന്നാമോൾ. എൻ്റെ പേര് ആഷ്ന. സ്കൂളിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടും? നല്ല സപ്പോർട്ട്. അതും കൂടി എടുത്തു പറയേണ്ടതാണ്. ഈ കാണുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും എല്ലാവരുമാണ് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. നമ്മുടെ ക്ലാസ് ടീച്ചറുണ്ട് കൂടെ. ടീച്ചറെ, പിള്ളേരുടെ ഡാൻസ് വൈറലായത് കണ്ടോ? കണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എപ്പോഴും ആക്ടിവിറ്റിയിലൊക്കെ അവർ വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ്. അതുപോലെ പഠനത്തിലും വളരെ നന്നായിട്ട് തന്നെ നിൽക്കുന്ന കുട്ടികളാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്ന് ചേർന്നത്. ആദ്യമായിട്ട് കണ്ടത് ഭരതനാട്യമായിരുന്നു. എനിക്ക് കുച്ചിപ്പുടിയേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഭരതനാട്യം തന്നെയായിരുന്നു. പക്ഷെ അത്ര ഗ്രേസ്ഫുള്ളി ആയിരുന്നു ആ ഭരതനാട്യം. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരോടാണെങ്കിലും എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്ന വളരെ ജനറസ് ആയിട്ടുള്ള ഒരു മൈൻഡും ഉള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് പ്രാർത്ഥന. പഠനം മാത്രമല്ല, കലാരംഗത്തും ഇവിടെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡാൻസ് വർഷങ്ങളായി പഠിക്കുന്നുണ്ട്. കുച്ചിപ്പുടിയും മോഹിനിയാട്ടം അല്ലേ? ഈ വർഷം പഠിക്കാൻ കയറിയതുള്ളൂ. ഭരതനാട്യം ഞാൻ പണ്ടോട്ട് പഠിക്കും. ഭരതനാട്യവും കുച്ചിപ്പുടിയാണ്? ഭരതനാട്യം കുച്ചിപ്പുടി ഈ വർഷം തുടങ്ങി. അതിന് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? ഭരതനാട്യത്തിന് എനിക്ക് ജില്ല വരെ പോകാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ കേരള നടനത്തിനാണ് ഞാൻ സ്റ്റേറ്റിൽ പോയത്. ഫസ്റ്റ് കിട്ടി. ഇപ്പോൾ സ്കൂൾ മത്സരം ഇപ്പോൾ തുടങ്ങിയില്ല, സബ് ജില്ല തുടങ്ങിയില്ല. ഇനിയും ഇത്തരത്തിലുള്ള വൈറൽ ഡാൻസുകൾ പ്രാർത്ഥനയുടെ ഭാഗത്തു നിന്നും കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ വൈറൽ പെൺകുട്ടി കോട്ടയത്താണ്, തലയോലപ്പറമ്പിലാണ്, AJ ജോൺ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ക്യാമറ പേഴ്സൺ അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ക്വസ്റ്റ്യൻ കുച്ചിപ്പുടിയാണെങ്കിലും പ്രാർത്ഥനയുടെ ഉള്ളിൽ കുത്ത് ഫയർ വൈബാണ്. അപ്പം ആ വൈബ് അങ്ങനെ അടിപൊളിയായി പോകട്ടെ. പ്രാർത്ഥനയും പിള്ളേരും തകർക്കട്ടെ.